ഈ കാണുന്നതാണ് മൂകാംബികയിലോട്ട് പോകുന്ന മെയിൻ കവാടം. ഇവിടെ നിന്ന് വേണം നമുക്കിനി മുരുടേശ്വരിലോട്ട് പോകാൻ. ആ കാറ് പോകുന്ന വഴിയില്ലേ, ആ കാറ് പോകുന്ന വഴി നേരെ മൂകാംബിക്ക് പോകുന്നു. നമ്മളിവിടെ നേരെ തിരിഞ്ഞ് മുരുടേശ്വരി പോകണം. ഇവിടെ ഇപ്പം അതിന് പെയിൻ്റ് അടിക്കുന്നതുകൊണ്ട് ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്, വണ്ടി അതിൽ മാറിപ്പോകാനായിട്ട്. ഒരു ടിപ്പർ എടുക്കുന്നുണ്ടോ, അതുകൊണ്ട് ആ ഒരു സൈഡിൽ കൂടെ വണ്ടി പോകത്തില്ല. ഇത് പെയിൻ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ നല്ല രസമാണ്. ഇവിടെ കാടാണ്, ഫുള്ള് തീയൊക്കെ ഇട്ട് റോഡിൻ്റെ സൈഡൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പോയി വണ്ടിയിലോട്ട് കയറട്ടെ, എന്നിട്ട് നമുക്ക് ഇവിടെ നേരെ മുരുടേശ്വരി പോകണം. അപ്പം നമ്മുടെ അമ്പലം ഇപ്പോൾ അടയ്ക്കും. അപ്പം ഞങ്ങളിവിടെ നേരെ ഇനി മുരുടേശ്വരിലോട്ട് പോവാണ്. മുരുടേശ്വരി ചെന്നിട്ട് ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഫാമൂസും ചക്കപ്പിൻ്റെ ഉണ്ട്, കാലിരുന്നു ഭയങ്കര ചൂടൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോട്ടെ കൈ. ചക്കുപ്പി ഇതാണ്ട് ബക്കറ്റൊക്കെ പിടിച്ച് പുറകെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി മൂകാംബികയിലോട്ട് പോട്ടെ, മുരുടേശ്വരിലോട്ട് പോട്ടെ. മൂകാംബികന്ന് പോകുന്ന വഴി ഫുഡ് കഴിക്കണം. അത് മണ്ണിൽ കളിക്കുന്ന ബക്കറ്റാണ് കൈ, കുളിക്കുന്ന ബക്കറ്റാണ് ആരും വിചാരിക്കുന്നത്. ഞങ്ങൾ മുരുടേശ്വരി പോകുന്ന വഴി, മൂകാംബികയിൽ നിന്ന് പോകുന്ന വഴി ഇവിടെ ഒരു കാവുണ്ട്. ആ കാവിൽ ഇപ്പോൾ ഞങ്ങൾ തൊഴാൻ കയറിയതാണ്. ഇവിടെ ഫുള്ള് ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി തൊട്ടിലൊക്കെ ഇട്ടിയേക്കാണ്. കുറേ തൊട്ടിൽ കഴിച്ചു കളഞ്ഞു, പഴയതാന്ന് തോന്നുന്നില്ലടി. ഇവിടെ ഒരു കാട്, പിന്നെ നമ്മൾ പതിവിലുമായിട്ട് കാണാത്ത കുറേ രൂപത്തിലുള്ള ദേവീ ദേവന്മാരൊക്കെ. പക്ഷെ നല്ല തറയൊക്കെ ഭയങ്കര ചൂടായിട്ട് കിടക്കുന്നു. വെയിലുണ്ട്. ഇപ്പം നല്ല തണുപ്പുണ്ട്, പക്ഷെ റോഡിലൊക്കെ ഭയങ്കര ചൂടാട്ടാ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ദൈവങ്ങൾ. അമ്മൂസും ചക്കപ്പിന്നോണ്ട് പോയി നിൽക്കുന്നു. ഇവിടെ വണ്ടിക്കാരെല്ലാം പോകുമ്പോൾ ഈ കാവി കയറിയിട്ട് പൈസ ഒക്കെ ഇട്ടിട്ടാണ് പോണേ. ഇവിടെ കുറേ പൂക്കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഭയങ്കര ചൂട്, തറ കാല് തൊടാൻ പറ്റുന്നില്ല പുള്ളി. ഞങ്ങൾ അങ്ങനെ മുരുടേശ്വറിലെത്തി. ഇതാണ് മുരുടേശ്വറിന്റെ കവാടം, മെയിൻ കവാടം. അപ്പുറത്ത് വേറൊരു വഴിയുണ്ട്, പക്ഷെ അതിലേ വന്നില്ല. അത് കുറേ വഴി, ഇടുക്ക് വഴി. ഇതിലിനി കുറച്ച് അകത്തോട്ട് പോകണം. ഞങ്ങൾ എന്തായാലും പാഴ്സൽ ചോറ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കടയിൽ ഇരുന്ന് കഴിച്ചില്ല, ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ചോണ്ട് ഞങ്ങൾ രാവിലത്തെ ലേറ്റ് ആയിട്ട് കഴിച്ചു. ഞങ്ങൾ രാവിലത്തെ ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. അപ്പം അതുകൊണ്ട് വിചാരിച്ചു എന്നാ പാഴ്സൽ വാങ്ങിച്ചോണ്ട് പോയിട്ട് അവിടെ പോയി ശിവനെ കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ബീച്ചിൽ ചാടാമെന്ന് വിചാരിച്ചു. എല്ലാം അതിന്റെ അകത്ത് ഇതുവരെ ഞങ്ങൾ കയറിയിട്ടില്ല. ഞങ്ങൾ എല്ലാ വട്ടവും വെളിയിൽ പോയി അതിലെല്ലാം കറങ്ങിയിട്ടേക്ക് പോരും. ഇന്ന് കയറാൻ പറ്റുവാണെങ്കിൽ കയറും. അങ്ങനെ 40 രൂപയായിരുന്നു അവിടെ പാർക്കിങ്. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ ഇവിടെ കയറി, പാർക്കിങ്ങിൽ കയറി. അങ്ങനെ ഞങ്ങള് മുരുടേശ്വരി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്നു. അമ്പലത്തിന്റെ ഗോപുരമാണ് ഈ കാണുന്നത്. ശിവൻ പുറയിലാണ്. നമുക്ക് നേരം ശിവന്റെ അടുത്തോട്ട് കാണാൻ പോവാം. മേളിൽ കയറിയിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അമ്പലം തുറക്കും. അപ്പം നമുക്ക് അമ്പലത്തിനകത്തോട്ടും കയറാം. ഓക്കെ. ചക്കുപ്പിനെ കണ്ട പുതിയ ഷർട്ടൊക്കെ ഇട്ടുന്ന പൂക്കൾ, ചെമ്പരത്തി പൂ. ഇങ്ങോട്ട് നോക്ക്, എന്റെ മോൻ കാണുന്നത്. ഇങ്ങോട്ട് നോക്കിയടാ ചക്കു, ഇങ്ങോട്ട് നോക്കിയടാ. അവൻ നാണം. അപ്പൊ കണ്ണാടി വെച്ച് നിൽക്കുന്നുണ്ടോ? നാണോ അല്ല, എന്നെ കൊതുക് കടിച്ച ഒന്നും പറയണ്ട. ചെറുക്കനാണെങ്കിൽ പോകുന്നതെല്ലാം കൊതുക് കടിയും. ഇതിന്റെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഫിഷിങ്ങിന് പോകുന്ന ബോട്ടൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അപ്പുറം വണ്ടി ലോക്ക് ചെയ്യല്ല മാർക്ക്. അങ്ങനെ ഇതാണ് നമ്മുടെ അമ്പലത്തിന്റെ ഗോപുരം. അമ്പലത്തിന്റെ ഗോപുരങ്ങളൊക്കെ. അയ്യോ, ഇന്നലെ ഞാൻ ഇപ്പോൾ ഇവിടെ പെയിന്റ് അടിക്കുമായിരുന്നു. ഇവിടെ പെയിന്റ് ഒക്കെ അടിച്ചപ്പോൾ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ചക്കുപ്പി കണ്ടുപിടിച്ചത് കണ്ടോ, വണ്ടിയുടെ അടിയിലേ ഇങ്ങനെ വെള്ളം വീഴുന്നില്ല, AC-യുടെ. അത് കുടിക്കാനായിട്ട് ഒത്തിരി കുഞ്ഞി കുരുവികൾ വന്നു. കണ്ടോ, നമ്മുടെ ചക്കുപ്പി പോയി കണ്ടുപിടിച്ചോണ്ടോ. അയ്യോ, വണ്ടി എടുക്കല്ലേ, അതിൻ്റെ അടിയിൽ കുറേ കുരുവികളുണ്ട്. ആണോ, അതിനെ പിടിക്കാൻ പോകണം. വേറെ ഇവിടെ ഓടിക്കണ്ടാ, കുടിച്ചോട്ടാ. അത് അപ്പോസേ അവർ കുടിച്ചോട്ടിങ്ങി പോരും. വാ. അങ്ങനെ നമ്മുടെ ശിവനെ കണ്ടിരിക്കുന്നു. അതാ നമ്മുടെ മുരുടേശ്വരിലുള്ള ശിവനാണ് മേളിൽ കാണുന്നത്. ഇവിടെ എന്തോ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഈ ഗോപുരത്തിന്റെ പണി കഴിഞ്ഞില്ലെന്നാ തോന്നുന്നത്. പണിയല്ല, ഇനി അകത്താണ് പെയിന്റഡ് കാണാൻ നടത്തില്ല. പുറത്ത് ഈ സൈഡിൽ വീണ്ടും ബാരിക്കേഡ് ഉണ്ട്.
നമ്മളിനി മേലോട്ട് നടന്നു പോകണം ശിവൻ്റെ അടുത്തേക്ക്. ഈ കുപ്പീന്ന് പിടിച്ചടി ഇത് നാളെ. ഓ ചുമ്മാ അതല്ല ഫുൾ കൈ ഷർട്ട് വെയിലടിക്കാതിരിക്കാനുള്ള പണിയായിരുന്നു അല്ലേ? എന്നോട് പറഞ്ഞില്ലേ ഗൈസ്. ആ അവിടെ ബീച്ചുണ്ട്. വണ്ടി വരും പെല്ലപ്പോ. വണ്ടി ചക്കപ്പിക്കാണെങ്കിൽ ബീച്ചിൽ ഇറങ്ങണം, അതാണ് അവൻ്റെ മെയിൻ പരിപാടി. മെയിനായിട്ട് ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അല്ലാതെ അവന് അമ്പലത്തിൽ പോകണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പോൾ. നമ്മളിനി ഇവിടെ ഇറങ്ങി കിടന്ന് കളിക്കണം. ഭയങ്കര ആള് കുറവല്ലടി അമ്മ. ഉച്ച ആയതുകൊണ്ടായിരിക്കും. അതാണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് ഇവിടെ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, പിന്നെ ഉണ്ട് അവിടെ ഒട്ടകം. ഇവിടെ നേരത്തെ കുറേ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും കാണാനില്ലല്ലോ. മറ്റൊരു ബബിളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബബിളൊക്കെ ഇല്ലായിരുന്നു? ബബിള്, ബോട്ടിങ്, മറ്റേ ജെറ്റ്. ഇനി വണ്ടി കൊണ്ട് ഇറക്കത്തില്ലേ? പണി പാളിയെന്നാ തോന്നുന്നത്. വണ്ടി എന്നാൽ ഇവിടെ തന്നെ ഇട്ടിട്ട് വേണം അവിടെ ഇറങ്ങി പോകാൻ തോന്നുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നല്ല തിരുമല അടിച്ചു വരുന്നുണ്ടോ? ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പൊങ്ങി വരുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലേ? അടിപൊളി. ഞങ്ങൾ ഇതുവരെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറിയില്ല, പക്ഷെ ഇവിടെ ആരും കയറുന്നുമില്ല. പിന്നെ പൊട്ടിക്കിടക്കുന്നതാണോ എന്നാൽ ആൾക്കാർ കയറ്റാത്തതാണോ എന്നറിയില്ല. അതിന് ഇവിടെ എല്ലാം വിജനമായിട്ട് കിടക്കുവാണ്. ഇവിടെ ആരും ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളെന്നാണ് തോന്നുന്നു. ഈ സമയത്ത് ഇവിടെ ആരുമില്ല. ഞാനും ഉണ്ട്, ചക്കും ഉണ്ട്, അമ്മ ഉണ്ട്, പിന്നെ ഇവിടുത്തെ ശിവനും ഉണ്ടെന്നത്. ഇവിടെ കുറേ തൂപ്പ് ജോലിക്കാരും ഉണ്ട്. എല്ലാവരും കാണുമ്പോൾ പൈസ വെച്ചോണ്ട്. നമ്മളെ ഗോപുരത്തിൻ്റെ പുറകുവശത്ത് വന്ന് ഞങ്ങളിപ്പോൾ നേരെ ശിവൻ്റെ ഫ്രണ്ട് നിൽക്കുവാണ് ഗൈസ്. കണ്ട ലൈറ്റ് കത്തുന്നു. വണ്ടി അതിലേ. അങ്ങനെ ശിവൻ്റെ നേരെ ഫ്രണ്ടിൽ വന്ന് നമ്മൾ. ഭയങ്കര വെയിൽ. ഇവിടെ എങ്ങും ആരും ഇല്ല കേട്ടോ. അതേ ഒരു അമ്മയും കുഞ്ഞുണ്ട്. അതാണ്ട് പോകും. അവരെ ഉള്ളെന്ന് തോന്നിപ്പോൾ ഇവിടെ. ശിവൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. കണ്ടോ? അപ്പുറത്ത് വേറെ കുറേ ശില്പങ്ങളുണ്ട്. ഇവിടെ ഉണ്ട് ശിവൻ്റെ. അങ്ങനെ നമ്മൾ ശിവൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. ഭയങ്കര വെയിൽ, വിയർത്ത് കുളിച്ച് ചക്കൊപ്പി ക്ഷീണിച്ചെന്ന്. ഏകദേശം ഇത്ര സ്റ്റെപ്പേ കയറിയിട്ടുള്ളു. ഇത്രയല്ല, ഇതേപോലെ തന്നെ താഴെ ഒരു സ്റ്റെപ്പുണ്ട്. പിന്നെ എൻ്റെ ഇവിടെ ആരോ നിൽപ്പുണ്ട്. ഇത് ആരാന്ന് അറിഞ്ഞു കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഗോപുരം വെളിഭാഗം എല്ലാം പെയിൻ്റ് അടിച്ച കേട്ടോ. പക്ഷെ പണ്ടൊരു ബ്ലാക്ക് കളറായിരുന്നു, അതാണ് ഇത് കാണാൻ രസം. ഇപ്പോൾ ഒരു ബ്ലൂ കളർ ആയതുകൊണ്ട് അവിടെ വാൽമീകിയാണ്. അങ്ങനെ വലിയൊരു നന്ദി ഉണ്ട് ഇവിടെ. പിന്നെ ശിവനെ അങ്ങനെ അമ്മൂസും ചാക്കോപ്പിയും കൂടെ മേലോട്ട് കയറിപ്പോന്ന്. ഇനി അവിടെ ആ ശിവൻ്റെ ഉള്ളിലാണെങ്കിൽ എന്തൊക്കെയോ കുറേ കാണാനുണ്ട്, പക്ഷേ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പം ഓപ്പൺ ആണെങ്കിൽ പോയി കണ്ടിട്ട് വരാം. ബീച്ചിലൊക്കെ എല്ലാവരും ഇറങ്ങി തുടങ്ങി, പക്ഷേ വണ്ടികളൊന്നും ഇപ്പോൾ താഴോട്ട് ഇറക്കുന്നില്ല. മിക്കവാറും നമ്മൾ പാർക്ക് ചെയ്തെടുക്കുന്ന പോകാൻ പോകും. ഇവിടെ ചെറിയ തിരമലകളേ ഉള്ളൂ, അതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്ക് ഇറങ്ങി കളിക്കാൻ നല്ല രസമായിരിക്കും. അതുകൊണ്ടാണ് ചക്കുന് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ നമ്മൾ ശിവൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി ക്യൂ ആണെന്ന് തോന്നുന്നു. നമുക്ക് മേലോട്ടൊന്ന് കയറി നോക്കാം എന്താണെന്ന്. ഇവിടുത്തെ ശിവനെ കാണാമോ? ഇതാണ് നമ്മുടെ മെയിൻ. ഒരു ശിവനെ കണ്ടില്ലേ മേളിൽ വലുത്? അതിൻ്റെ താഴെയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ടൊരു കേവ് ഉണ്ട്. ആ കേവിനകത്തോട്ട് നമുക്കിപ്പോൾ എൻട്രൻസ് എടുത്തുണ്ട്. ഒരാൾക്ക് 40 അല്ല 20 രൂപ. 2 പേർക്ക് കൂടെ 40 രൂപ. അപ്പോൾ ഇവിടെ ഇതെല്ലാം കാണിച്ചിട്ട് കയറി അകത്തോട്ട് പോകാം. ശിവന്റെ അകത്ത് വരും കേട്ടോ. ഇതിനകത്ത് മൊത്തം AC കേട്ടോ. കണ്ട് ഇത് രാവണൻ തപസ് ചെയ്തു.
ഇത് വിഷ്ണു, ദേവി, ശിവലിംഗമുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഗോകർണ, ഞങ്ങള് മുരുടേശ്വറിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ബീച്ചിൽ ഇറങ്ങിയേക്കുവാ. നേരത്തെ ഇവിടെ എല്ലാം കാറ് പാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ നമുക്ക് ബീച്ചിൽ കളിച്ചിട്ട് നമുക്ക് തുണിയൊക്കെ ഇവിടെ തന്നെ വെച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പറ്റത്തില്ല. ഇവിടുത്തെ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ കളിക്കുന്ന കാണണോ? മണ്ണ് വാരി കളിക്കുകയാണ് ഇവിടെ രണ്ടുപേര്. വെയിലെല്ലാം കൊണ്ട് ഒരു വിധമായി ഞാനിവിടെ മാറിയിരിക്കുക കേട്ടോ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനും വെള്ളത്തിൽ ഇറങ്ങിയാണ്. പക്ഷെ പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. ഇതങ്ങത്തോണ്ട് അവിടെ കണ്ടോ, അവിടാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. അപ്പം അവിടെ വരെ ഇനി നടന്നു പോകണം. അപ്പം തുണിയൊക്കെ നനഞ്ഞാൽ മോശമല്ലേ, അതുകൊണ്ട് ഞാൻ ബീച്ചിൽ ഇറങ്ങുന്നില്ല. ഇവിടെ രണ്ടുപേര് മണ്ണ് മാന്തി കളിക്കുകയാണ്. എന്തുവാടാ കുഴി കുഴിച്ചുണ്ടാക്കുന്നേ? രണ്ടുപേര് ബീച്ചിൽ കിണർ കുഴി. അവരവിടെ ഇരുന്ന് കളിക്കട്ടെ കേട്ടോ, അത് പിന്നെ കാണാം. അങ്ങനെ ചക്കുപ്പി ആണെങ്കിൽ കടലിലൊക്കെ പോയി കളിച്ചു കുളിച്ചു. ഇതുകൊണ്ട് ഇപ്പൊ തണുക്കുന്നുണ്ട് അവന്. പിന്നെന്തോരി അവനെ കയ്യിൽ ഇന്നലെ കൊണ്ട് കൊതു കടിച്ചു റൂമിൽ വെച്ചിട്ട്. രണ്ട് പേര് സെയിം മുട്ടിൻ്റെ അവിടെ കൊതു കടിച്ചു കുറച്ചാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് മൂകാംബികയ്ക്ക് വീണ്ടും തിരിച്ചു പോവാണ്. മുരുടേശ്വര പരിപാടിയൊക്കെ കഴിഞ്ഞു. അമ്പലത്തിലേക്ക് കയറി ബീച്ചിലൊക്കെ കളിച്ചു കുളിച്ചു. അപ്പം ഞങ്ങൾ 3 പേരും തിരിച്ചു പോവാണ് ഗൈസ്. അമ്മ നോക്കടി. അങ്ങനെ ചക്കുപ്പി എൻ്റെ കൂടെ പോയി. ചക്കുപ്പി കളിച്ച് വയ്യ. എൻ്റെ ചക്കുപ്പിയുടെ ദേഹം ഫുള്ള് മണ്ണ. ഞങ്ങളിവിടെ 2 വലിയ കിണർ കൂട്ടി. എന്നാ വീട്ടിൽ പാ. മറ്റേ മരുന്ന് എടുത്തില്ലല്ലേ? ഇച്ചിരി മുമ്പേ ഇത് ഗോപുരം ഫുള്ള് റെഡ് കളറായിരുന്നു. ഇപ്പം ബ്ലൂ കളറായി കേട്ടോ. ഓരോ ലൈറ്റ് ഇങ്ങനെ മാറി വരുന്നതാന്ന് തോന്നുന്നു. എന്തായാലും കാണാൻ അടിപൊളിയായിട്ട്. ആൾക്കാരെയൊക്കെ ഇപ്പം കടലിൽ നിന്ന് കയറ്റി തുടങ്ങി. ഇപ്പം ചെറിയൊരു പോ കഴിക്കുന്നതിനോട്ട് വരുന്നുണ്ട് ഇവിടെ. ഭയങ്കര ചൂടാണ്. ഇപ്പോഴാണ് നല്ല കാലാവസ്ഥ വരെ. വൈകുന്നേരം ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് അമ്പലത്തിലൊക്കെ കയറാൻ പറ്റി, നല്ലതായിട്ട് തൊഴാനും ഒക്കെ പറ്റി. അടിപൊളിയായിരുന്നു. ഞങ്ങൾ 2-3 വട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഇവിടുത്തെ മുരുടേശ്വര അമ്പലത്തിൽ കയറിയിട്ടില്ല. പക്ഷെ ഇന്നാണ് കയറിയത്. അതിനകത്തെല്ലാം അടിപൊളിയാണ്, സൂപ്പർ. പിന്നെ ആ ശിവൻ്റെ താഴെ ഒരു ഗുഹയുണ്ട്, കേവ്. അതിനകത്തെ വീഡിയോസും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമാണ് കാണാൻ. പക്ഷെ അതിനകത്തെല്ലാം കന്നഡയിലാണ് പറഞ്ഞത്, അതുകൊണ്ടൊന്നും മനസ്സിലായില്ല.